So once again I welcome you all to the part 2 of the projection of lines. So this is an important class where we will discuss about the line which is inclined to both the reference plane. So in the previous class we have discussed about the various other types of conditions of the line where the line was parallel to HP, inclined to VP, parallel inclined to HP, perpendicular to HP. All these conditions were discussed in the previous session. So this session will be completely focusing on the conditions of the line which are inclined to both reference plane. ഒരു ലൈന് എച്ച് പി ആയിട്ടും ബി പി ആയിട്ടും ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ എന്തായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അതെങ്ങനെയായിരിക്കും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട്. സോ പ്രീവിയസ് സെഷൻസ് നമ്മൾ പല കണ്ടീഷൻസും പഠിച്ചു. ഇതിനകത്തെ 5th കണ്ടീഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ദി റെഫറൻസ് പ്ലെയിൻ, റൈറ്റ്? സോ അതിനു മുമ്പ് തന്നെ നമ്മൾ പാർട്ട് 1-ൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാം. നമുക്ക് വി ഹാവ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി. അപ്പോൾ വി പിക്ക് പാരലലാണ് അല്ലേ, വി പി എൽ കിട്ടുന്നതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ. സോ വി പിക്ക് പാരലൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കേസിൽ ഫ്രണ്ട് വ്യൂ ഈക്വൽ ടു ട്രൂ ലെങ്ത് തന്നെയാണ്, റൈറ്റ്? ബട്ട് സിൻസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി, ടോപ്പ് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടില്ല, റൈറ്റ്? സോ നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് എത്രയേ ഉള്ളൂ? ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ സംഭവിച്ചത് കൊണ്ട് എച്ച് പി എയിലുള്ള വ്യൂ അപ്പരൻ ലെങ്ത് ആണ്. ഇതിൻ്റെ പേരാണ് അപ്പരൻ ലെങ്ത്. ഇതെന്താണ്? അപ്പരൻ ലെങ്ത്. ലെങ്ത് കുറവായി പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അപ്പരൻ ലെങ്ത്, റൈറ്റ്? സോ സിൻസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി, ദ പ്രൊജക്ഷൻ ഓൺ എച്ച് പി വിൽ ബി അപ്പരൻ ലെങ്ത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻസ് ഒത്തിരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ത്? അതായത് വി പി എച്ച് പി ഇൻക്ലിനേഷൻ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രൂ ലെങ്ത് എവിടെ കിട്ടും? എച്ച് പി, വി പി, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ എന്നൊക്കെ പറയുമ്പം ആകെപ്പാടെ കൺഫ്യൂഷൻ ആക്കരുത്. വളരെ സിമ്പിളാണ്. ഏത് പ്ലെയിനുമായിട്ടാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ആ പ്ലെയിനിൽ വരുന്ന വ്യൂ ഏതാണ് അവിടെ അപ്പരൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഈ ലൈൻ ഇൻക്ലൈൻഡ് ടു എച്ച് പി ആണ്. അപ്പോൾ എച്ച് പി എൽ വരുന്ന വ്യൂ ഏതാണ്? ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ അതെന്തായിരിക്കും? അപ്പരൻ്റ് ലെങ്ത് ആയിരിക്കും. സെക്കൻഡ് കേസ് എന്തായിരുന്നു നമ്മൾ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്താണ്? നമ്മൾ വി പി ആയിട്ട് ഇൻക്ലൈൻ ആണ്. ദിസ് ഈസ് ഇൻക്ലൈൻ ടു വി പി ബട്ട് ഇറ്റ് ഈസ് പാരലൽ ടു എച്ച് പി. സിൻസ് ഇറ്റ് ഈസ് പാരലൽ ടു എച്ച് പി, ടോപ്പ് വ്യൂ എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. ഇതെന്തായിരിക്കും? ദിസ് ഈസ് ട്രൂ ലെങ്ത്. പക്ഷേ യു ഗോ ഫോർ ദി ഫ്രണ്ട് വ്യൂ. ഇത് വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു വി പി. ദാറ്റ് മീൻസ് ദ വ്യൂ ഓൺ വി പി വിച്ച് ഈസ് ടോപ്പ് ഫ്രണ്ട് വ്യൂ, ദാറ്റ് വിൽ ബി അപ്പരൻ്റ് ലെങ്ത്. വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്? വി പി എൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന വ്യൂ അപ്പരൻ്റ് ലെങ്ത് ആയിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിൻ്റെ പ്രൊജക്ഷനും എങ്ങനെയാണ് ചെയ്യുന്നത് പഠിച്ചു, റൈറ്റ്? വരയ്ക്കുന്ന രീതിയെല്ലാം നമ്മൾ പറഞ്ഞു. സോ ഈ പറഞ്ഞ ഹൈറ്റും ഡിസ്റ്റൻസും എല്ലാം എങ്ങനെയാണ് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, റൈറ്റ്? നമുക്കിനിയും ഡിസ്കസ് ചെയ്യേണ്ടത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പം ബിഫോർ വി സ്റ്റാർട്ട് to visualize the things based upon the previous discussions, what are the conclusions that we can make? If you consider this as a line which is inclined to both the reference plane, then what is the first conclusion that you can make? Neither the front view nor the top view will give the true length, or else in other words I can say that the front view and top view will be apparent length. ഇത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ എച്ച് പി ഐയിൽ വരുന്ന വ്യൂ ഏതാണ്? ടോപ്പ് വ്യൂ. അതിന് ട്രൂ ലെങ്ത് കിട്ടില്ല, അപ്പരൻ്റ് ലെങ്ത് ആയിരിക്കും. സിമിലർലി വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്, സോ വി പി എൽ വരുന്ന വ്യൂ ഏതാണ്? ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? അപ്പരൻ്റ് ലെങ്ത് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ബേസിക് കൺക്ലൂഷൻ, റൈറ്റ്? ഇത് ഫണ്ടമെൻ്റൽ ഫാക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഫാക്ട്സിനെ റിലേ ചെയ്തുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നോക്കുക, യു ഹാവ് എ ലൈൻ എ ബി which is inclined to both HP and VP, right? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? We are projecting the line AB towards VP which gives us the front view, അല്ലേ? Front view true length അല്ല. Since it is inclined to VP, it doesn't give us true length. What will be the name? A dash, B dash, right? Similarly, we project it to the HP. HP project ചെയ്യുന്ന വ്യൂ ഏതാണ്? The view is top view. So what is the top view? That is also apparent length, true length alla, and the name is AB,
റൈറ്റ്. സോ നമ്മൾ വരയ്ക്കുന്ന ഈ പ്രൊജക്ഷൻ ലൈൻസിൻ്റെ ഇമേജാണ് ഈ കിടക്കുന്നതെല്ലാം. പ്രൊജക്ഷൻ ലൈൻസ് പോകുന്ന പോലെ തന്നെ താഴെ എന്തുണ്ട്, പ്രൊജക്ഷൻ ലൈൻ പോകുന്നു. സോ ഇതായിരിക്കും ഇതിൻ്റെ ആക്ച്വൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അപ്പോൾ ഇതൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിനെ 2 ഡയമെൻഷനിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ഇരിക്കും. സോ നിങ്ങൾ കമ്പയർ ചെയ്യുക. യു കമ്പയർ ഇറ്റ് വിത്ത് ദ പ്രീവിയസ് third case and the fourth case where the line was inclined to HP and parallel to VP, where the line was inclined to HP and parallel to VP. ഓക്കെ, അവിടെ എന്താ പ്രത്യേകത? ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും അപ്പറൻറ്റ് ലെങ്ത് ആണ്. ഡിഫറെൻറ്റ് ലെങ്ത് ആണ്, അപ്പറൻറ്റ് ലെങ്ത് ആണ്. പക്ഷെ ട്രൂ ലെങ്ത് അല്ല. ദേ ആർ നോട്ട് ഹാവിങ് ട്രൂ ലെങ്ത്. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് സം ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് പ്ലെയിൻ, സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് ദ ട്രൂ ലെങ്ത്. മുമ്പേ കിട്ടിയ പടവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഓറിയൻറ്റേഷനിലൊക്കെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം, അതായിരിക്കും എളുപ്പം. ഇവിടെ നമ്മൾ വളരെ പെക്യുലർ ആയിട്ടുള്ള 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് കാണും. ഒന്ന് ആൽഫയും അടുത്തത് ബീറ്റയും. യു മൈറ്റ് ഹാവ് നോട്ടഡ് ദീസ് 2. ഇതുവരെ പറയാത്ത ആംഗിൾസ് ആണല്ലോ ആൽഫയും ബീറ്റയും. ഹൗ ദീസ് ആൽഫ ആൻഡ് ബീറ്റ കംസ് ഇൻ ദി പിക്ചർ, ദാറ്റ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, ദോ വി ഹാവ് ഇൻക്ലൈൻഡ് തീറ്റ ആൻഡ് ഫൈ, a new angle of alpha and beta has come into picture. അല്ലേ, നമ്മൾ കൊടുത്ത ഇൻക്ലിനേഷൻ എച്ച് പിക്ക് തീറ്റയും വി പിക്ക് ഫൈയും ആയിരുന്നു. അല്ല, ഓക്കെ, വി പിക്ക് ഫൈയും എച്ച് പിക്ക് തീറ്റയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വരച്ചേക്കുന്ന ആംഗിൾ എത്രയാണ്, ആൽഫയും ബീറ്റയും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വരുന്ന സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നൗ ഫോർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ലെറ്റ് us compare this figure with the previous one. Right, so this was the first one. Right, ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ എന്തായിരുന്നു, ട്രൂ ലെങ്ത് തന്നെയായി. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് വാസ് കെപ്റ്റ് പാരലൽ ടു വി പി. ടോപ്പ് വ്യൂ എന്തായിരുന്നു, അപ്പറൻറ്റ് ലെങ്ത് ആയിരുന്നു. അതിൻ്റെ പേര് എ ബി എന്നാണ്. ഇവിടുത്തെ ഫസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് ഹിയർ? ദാറ്റ് മീൻസ് ഇഫ് എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് വിത്ത് റെസ്പെക്ട് ടു എച്ച് പി അറ്റ് an angle of theta. If a line is inclined to HP with respect to an angle theta, then AB, this is the top view. അല്ലേ, എച്ച് പി ആയിട്ട് തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ടോപ്പ് വ്യൂ. അത് നിങ്ങൾ ഏത് എച്ച് പിയിൽ എവിടെ നിങ്ങൾ ഇൻക്ലൈൻ ചെയ്യിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ എച്ച് പി എടുത്തിട്ട് ഏത് ലൊക്കേഷൻ, ഇത് പ്ലെയിൻ ആണല്ലോ, ഇൻഫിനിറ്റ് ആണല്ലോ, ഈ പ്ലെയിനിൽ എവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇതേ ആംഗിൾ ഇൻക്ലിനേഷൻ കൊടുത്താലും ടോപ്പ് വ്യൂവിന് മാറ്റമില്ല. ആ ലെങ്ത് എത്രയായിരിക്കും, എ ബി ആയിരിക്കും. ലെങ്ത് എ ബി ആയിരിക്കും കേട്ടോ, അത് നോട്ട് ചെയ്യണം. ദ ലെങ്ത് വിൽ ബി എ ബി. റൈറ്റ്. അതുപോലെ സെക്കൻഡ് കേസ് എന്താണ്, വി പിക്ക് 5 ഡിഗ്രി മേക്ക് ചെയ്താൽ, ഇഫ് ദ ലൈൻ ഇൻക്ലൈൻസ് 5 ഡിഗ്രി ടു വി പി 5, ഡെഫിനറ്റ്ലി എ ഡാഷ് ബി ഡാഷ് ആയിരിക്കും അതിൻ്റെ അപ്പറൻറ്റ് ലെങ്ത്, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം. ഇതിന് മാറ്റമില്ല. നിങ്ങൾ വി പി എൽ എവിടെ കൊണ്ട് ഈ ഇൻക്ലിനേഷൻ കൊടുത്താലും, ഏത് ലൊക്കേഷനിൽ കൊണ്ടുപോയി ഇതേ ഇൻക്ലിനേഷൻ 5 കൊടുത്താലും, the value of the front view will remains unchanged. അത് എത്രയായിരിക്കും, എ ഡാഷ് ബി ഡാഷ് തന്നെ ആയിരിക്കും, മാറ്റമില്ല. ഇനി നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ് കൺസെപ്റ്റ് ഇവിടെ നോക്കിയേ. പക്ഷേ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് വെൻ കമ്പയർഡ് വിത്ത് ദീസ് ടു? കമ്പയർഡ് വിത്ത് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് ദ തേർഡ് ഫിഗർ ഹാവ്? മൂന്നാമത്തെ ഫിഗറിന് എന്തോ പ്രശ്നമുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ഇതേ കോൺസെപ്റ്റ് വേണം ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ. റൈറ്റ്, ആ കോൺസെപ്റ്റ് എന്തായിരുന്നു? തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈന്, എച്ച് പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിൻ്റെ ടോപ്പ് വ്യൂ എ ബി ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് പാരലൽ ടു എക്സ് വൈ ആണ്. റൈറ്റ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ ടോപ്പ് വ്യൂ ആയിട്ടുള്ള എ ബി, ഈ എ ബി ഈ ഫൈനൽ ഫിഗറിൽ പാരലൽ ടു എക്സ് വൈ അല്ല കിടക്കുന്നത്. ഇറ്റ് ഈസ് അറ്റ് സം ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ അറ്റ് ബീറ്റ. അല്ലേ, ഈ ഓറിയൻറ്റേഷൻ എങ്ങോട്ട് മാറി, ഇത് ഇങ്ങോട്ട് മാറി. Similarly, you take the second figure. Your line makes an angle of 5 degree with VP. Then the front view is A dash B dash. ഈ A dash B dash വാല്യൂ തന്നെയാണ് ഈ A dash B dash. പക്ഷെ പ്രശ്നം എന്താണ്? The problem is that it is not parallel to XY. Instead, it has altered or it has reoriented to some other location located at alpha. ഒരെണ്ണം ബീറ്റയിലേക്ക് മാറി, ഒരെണ്ണം ആൽഫയിലേക്ക് മാറി. ശരിയല്ലേ? 3 പടം കൂടെ കമ്പയർ ചെയ്യും. ഇതാണ് ആക്ച്വൽ സ്കെച്ച്, ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് പറഞ്ഞത്. അപ്പം ഇതേ കൺസെപ്റ്റിനകത്തോട്ട് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടിനെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. എന്താണ്?
നമ്മൾ ആദ്യം ലൈനിനെ ട്രൂ ലെങ്തിനെ തീറ്റ ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിച്ച് ഒരു ടോപ്പ് വ്യൂ കണ്ടെത്തുന്നു. ആ ടോപ്പ് വ്യൂ ഇവിടെയാണ് ചെരിഞ്ഞിരിക്കുന്നത്, അതായത് ഒരു റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ട്രൂ ലെങ്തിനെ വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്നു, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നു. പക്ഷെ ആ ഫ്രണ്ട് വ്യൂ ഈ ഫിഗറിൽ എന്താണ്, മറ്റൊരു ഓറിയൻറ്റേഷനിലാണ് ഇരിക്കുന്നത്. റൈറ്റ്. സോ ഈ കൺസെപ്റ്റിലാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. ഇനി നമുക്ക് ട്രൂ ലെങ്ത് ആണുള്ളത്. വി ഹാവ് ദ ട്രൂ ലെങ്ത് വിത്ത് us. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ട്രൂ ലെങ്ത്. നമുക്ക് ട്രൂ ലെങ്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു കീപ് ദിസ് ട്രൂ ലെങ്ത് പാരലൽ ടു വൺ റെഫറൻസ് പ്ലെയിൻ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്, എ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ദ റെഫറൻസ് പ്ലെയിൻ ആണെങ്കിലും നമുക്ക് ട്രൂ ലെങ്ത് ഉള്ളത് കൊണ്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ രണ്ടുമായിരിക്കും. ഈ രണ്ട് പടങ്ങളായിരിക്കും ആദ്യം വരയ്ക്കുന്നത്. സെപ്പറേറ്റ്ലി ആയിരിക്കില്ല, ഒരുമിച്ചായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ്. So let's move on, discuss. Look here. So this is the one which we have already discussed. This is the front view and this is the top view. Fine. നമുക്കിപ്പോൾ ട്രൂ ലെങ്ത് ആണുള്ളത്, അപ്പറൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, വൺ ബൈ വൺ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ പടം. നമ്മളിത് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ നമ്മൾ ആദ്യം ട്രൂ ലെങ്ത് ആണ് നമുക്കുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം വി ആർ കൺസിഡറിങ് ദാറ്റ്, വി ആർ കീപ്പിംഗ് ദാറ്റ് എന്താണ്, ഇൻ ദ ഫ്രണ്ട് വ്യൂ നമ്മൾ എന്ത് ചെയ്യും, എ ബി ഈക്വൽ ടു നമ്മുടെ ട്രൂ ലെങ്തിന് നമ്മൾ എന്ത് ചെയ്യും, പാരലൽ ടു വി പി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത് ട്രൂ ലെങ്ത് ഉള്ളത് കൊണ്ട് എന്താണ്, വി വിൽ കീപ് പാരലൽ ടു വി പി ആൻഡ് എന്താണ്, ഇൻക്ലൈൻഡ് ടു എച്ച് പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ ആദ്യം എ ഡാഷ് ലൊക്കേറ്റ് ചെയ്തു, എ ലൊക്കേറ്റ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ഇത് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി ആയത് കാരണം നമ്മൾ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള ടൈം ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് തീറ്റ ഡിഗ്രി വിത്ത് എച്ച് പി. റൈറ്റ്. അത് ഫ്രണ്ട് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. സോ അത് ഫ്രണ്ട് വ്യൂവിൽ വരച്ചു. റൈറ്റ്. ഇനി അടുത്തത് എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് കേസ് ഇതേ പടത്തിൽ എന്ത് വരയ്ക്കുന്നു, നമ്മൾ എ ബി വരയ്ക്കുന്നു, അതും ട്രൂ ലെങ്ത് ആണ്. അതെന്ത് ചെയ്യുന്നു, പാരലൽ ടു എച്ച് പി ഇൻക്ലൈൻഡ് ടു വി പി വെക്കുന്നു. ഈ കണ്ടീഷൻ കണ്ടോ, പാരലൽ ടു എച്ച് പി ഇൻക്ലൈൻഡ് വ്യൂ. പാരലൽ ടു എച്ച് പി ആയതുകൊണ്ട് ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആണ്. റൈറ്റ്. ഇത് രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് കോൺസെപ്റ്റുകളും ഒരു പടത്തിൽ തന്നെ വരച്ചു. ഇനിയും എൻ്റെ ചോദ്യം ഇതാണ്, ഈ ടോപ്പ് വ്യൂവിൻ്റെ ഈ ലൈൻ എ ഡാഷ് ബി ഡാഷിനെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമ്മൾ എന്തായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ എ ബിയെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമ്മൾ എന്തായിരിക്കും കാണുന്നത്? Let us look into that. Look here. Right. So നിങ്ങൾ എ ബി എന്ന് പറയുന്ന ലൈനിനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ what happens? ഇതാണ് നിങ്ങളുടെ അപ്പറന്റ് ലെങ്ത് എന്ന് പറയുന്ന സാധനം. Right. This is the length of your front view. അല്ലേ, ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ നിങ്ങൾ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഇവിടെയല്ല, മറ്റൊരു ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷൻ എവിടെയാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്ന ലൊക്കേഷനാണ്. റൈറ്റ്. റൈറ്റ് നൗ യു ഹാവ് ഒബ്റ്റെയിൻഡ് ദി ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ ബൈ പ്രൊജക്റ്റിംഗ് ദ പോയിന്റ് ബി ടു ദി റൈറ്റ്. നൗ യു ഒബ്റ്റെയിൻ ദ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ നൗ, but actually it has to be in some other orientation. So what you will do, you will rotate the length of front view to the correct orientation and you will name it as B1 dash. B1 dash ആണ് കറക്റ്റ് ഇരിക്കേണ്ട ലൊക്കേഷൻ, ബി അല്ല, ബി ഡാഷ് അല്ല. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, so we have obtained the length of front view. ഇരിക്കേണ്ട കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ബി ഡാഷിൻ്റെ ലൊക്കേഷനിലാണ്. സോ ആ പോയിന്റിൻ്റെ പേര് എന്തായിരിക്കും, B1 dash എന്നുള്ളതായിരിക്കും പോയിന്റ്. റൈറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് ബി ഡാഷ്, ഇറ്റ് ഹാസ് ന്യൂ പൊസിഷൻ. അതെന്താണ്, B1 dash ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, B1 dash നമ്മളുടെ ആക്ച്വൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. ഈ ആക്ച്വൽ ഫ്രണ്ട് വ്യൂ ഇത് തന്നെയാണ്. റൈറ്റ്. ഇനിയും ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾ, ഞാൻ മറ്റൊരു കൺസെപ്റ്റ് പറഞ്ഞു തരാം. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും ഒന്ന് പിക്ചറൈസ് ചെയ്യുകയാണ്. പിക്ചറൈസ് ചെയ്താൽ ഈ റൊട്ടേഷൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് അത് നോക്കുക. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, എൻ്റെ ലൈനിനെ വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്നു. ദാറ്റ് മീൻസ് എച്ച് പിക്ക് പാരലാണ്. റൈറ്റ്. എച്ച് പിക്ക് പാരലായിട്ട് വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. ദിസ് ഇസ് ദ കണ്ടീഷൻ. ഇത് വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്.
See, this is 5. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് അല്ലേ? അപ്പം ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇങ്ങനെ വരും, ഇതെല്ലാം ഇങ്ങനെ വന്ന് ഇത് പ്രൊജക്റ്റായി ഇവിടെ വരും. റൈറ്റ്, ഈ പ്രൊജക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ റെഡ് ലൈൻ കേട്ടോ. ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് എന്താണ്, നമ്മളിപ്പോൾ ഈ വരച്ച ഈ പ്രൊജക്ഷനാണ്. ഫോർ ദ ടൈം ബീയിങ് ഐ വിൽ നെയിം ദിസ് എസ് എക്സ് ആൻഡ് ദിസ് ഈസ് ഓൾസോ എക്സ്. ആ ലൈനാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇമാജിൻ ചെയ്ത് നോക്കിയത് അത് തന്നെയല്ല. റൈറ്റ്, ഇപ്പോൾ എന്താണ് നിങ്ങൾ വി പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ, ഇതാണ് ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം. ലെങ്ത് ഓഫ് ദി ഫ്രണ്ട് വ്യൂ, ഈ സാധനം, ഈ നെയിം തന്നെ, ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ. റൈറ്റ്, we can name it as 1 dash. For the time being we can name it as 1 dash. Right, അപ്പോൾ നമ്മൾ ഓൾറെഡി വി പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുക്കണം. റൈറ്റ്, ഇപ്പം എച്ച് പിക്ക് പാരലാണ്. എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുക്കുക എന്ന് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു ഇങ്ങോട്ട്. അപ്പോഴല്ലേ കറക്റ്റ് പൊസിഷൻ ബിയിലേക്ക് എത്തുന്നത്. ആദ്യത്തെ കേസിൽ വി പിക്ക് എച്ച് പിക്ക് പാരലായിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുക്കുകയാണ്. വി ആർ ഗോയിങ് ടു ഗീവ് ഇൻക്ലിനേഷൻ. ഹൗ യു ടിൽറ്റ് ഓർ യു ഫ്രം ദ പോയിന്റ് ബി യു ഗീവ് ദി റൊട്ടേഷൻ, ഗീവ് ദി ഇൻക്ലിനേഷൻ. ഇപ്പോൾ എന്തോന്നിരിക്കും, ഈ ക്യാപിറ്റൽ ബി എന്ന പോയിന്റ് വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഇൻക്ലിനേഷൻ, ഈ റൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ട്രേസിങ് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ. അതാണ് ഇപ്പം നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുന്ന ഈ ആർക്ക് റൊട്ടേഷൻ. കണ്ടോ, ഇവിടെ നടന്ന ഇതേ ആർക്ക് റൊട്ടേഷൻ വൈ ഇവിടെയും സംഭവിക്കുന്നു. ഇതാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അത് കിടക്കേണ്ട ഓറിയന്റേഷൻ എവിടെയാണ്, ബിയിലാണ്. അതുകൊണ്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് ബിയിലേക്ക് എത്തിക്കുന്നു. സോ ഈ 1ൽ നിന്ന് വന്ന പോയിന്റ് ആയത് കാരണം എന്ത് ചെയ്യുന്നതിൻ്റെ പേര് B1 ഡാഷ് എന്നായി മാറുന്നു. റൈറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ഇതിൻ്റെ മറ്റൊരു ആസ്പെക്ട് നോക്കാം. ഇനി നമ്മൾ തിരിച്ച് ചെയ്യണമല്ലോ. നമ്മളിപ്പം പറഞ്ഞ എന്താണ്, എച്ച് പിക്ക് പാരലായിട്ട് വെച്ച കണ്ടീഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് വി പിക്ക് ഇത് പാരലായിട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ഒബ്റ്റെയിൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അതന്നെ ഞാൻ തൽക്കാലം ഇതിനകത്ത് വരച്ച് ബാക്കി ഉള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, now what I will do is I am going to keep the line parallel to HP, sorry, parallel to VP and inclined to HP. Now we have an inclination here, that inclination is theta. അപ്പോൾ അതാണ് ഈ വരച്ചിരിക്കുന്ന സാധനം. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഇതായിരിക്കും ആ പോയിന്റ്. ആ പോയിന്റിലൂടെ നമുക്ക് ബി എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനെ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും കാണുന്നത്, നമ്മളിതിനെ പ്രൊജക്റ്റ് ചെയ്യും, താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പം ഇതായിരിക്കും എൻ്റെ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ അല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രൊജക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്, ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെ വരുന്ന ഈ പ്രൊജക്ഷൻ അതെങ്ങനെയാണെന്ന് നോക്കിയേ. കണ്ടോ, ഈ ബ്ലൂ ലൈൻ ശ്രദ്ധിച്ച് കണ്ടോ, ബി ഡാഷിൽ നിന്നും ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ്. ഈ പ്രൊജക്ഷൻ ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ പ്രൊജക്ഷൻ ലൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ബ്ലൂ ലൈൻ. റൈറ്റ്, അപ്പം നമുക്ക് ഇവിടെ കിട്ടി ഇതെന്താണ്, ദിസ് ഈസ് കോൾഡ് ആസ് ദി ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ലെങ്ത് ഓഫ് ദി ടോപ്പ് വ്യൂ. റൈറ്റ്, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് കിട്ടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ കറക്റ്റ് ഓറിയൻറ്റേഷൻ എവിടെ വരണ്ടേ, ഇവിടെ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് നൗ ആദ്യം നമ്മളിപ്പോൾ ഓൾറെഡി എച്ച് പിക്കുള്ള ഇൻക്ലിനേഷൻ കൊടുത്തു. നോ വി ഹാവ് ടു ഗീവ് ദി ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ബി പി. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബി പിക്ക് റൊട്ടേഷൻ കൊടുത്ത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. സോ ഇങ്ങനൊരു റൊട്ടേഷൻ ഈ ലൈൻ ടേക്കപ്പ് ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള റൊട്ടേഷൻ ഇവിടെ സംഭവിക്കും. കണ്ടോ, ആ റൊട്ടേഷനാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കണ്ടോ, ദിസ് ഈസ് ദി സെയിം റൊട്ടേഷൻ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഹിയർ. കൈൻഡ്ലി ലുക്ക് ഹിയർ വൺസ് അഗെയിൻ. ഈ റൊട്ടേഷൻ നിങ്ങൾ കൊടുക്കുമ്പം സിമിലർലി എന്ന് സംഭവിക്കുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഈ ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ ഈസ് ഓൾസോ ഗെറ്റിംഗ് റൊട്ടേറ്റഡ് അല്ലേ. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതേ ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്തെന്തോന്ന് നോക്കുന്നു, കറക്റ്റ് ഓറിയന്റേഷൻ ആയിട്ടുള്ള ബിയിലേക്ക് വന്നിരിക്കുന്നു. ആ പോയിന്റ് പേരെന്തായിരിക്കും, അത് B1 എന്നായിരിക്കും കറക്റ്റ് പോയിന്റ്. സോ നമുക്ക് എന്ത് വരയ്ക്കാം, അവിടെ ബ്ലൂ ലൈൻ വരച്ചു, ദാറ്റ് ഈസ് ദി ആക്ച്വൽ ടോപ്പ് വ്യൂ. Now we know that the top view and the front view has to be in the same straight line. So after the completion of the sketch,
if you draw a line from a vertical line from B1 dash, it has to pass through B1. It has to. But doesn't mean that B dash and B will be on the same straight line. No. B ഡാഷും ബിയും അത് ട്രൂ ലെങ്ത് ആണ്. അതിൻ്റെ പോയിന്റുകൾ ഇതൊരു സ്ട്രേറ്റ് ലൈനെ വരണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ആക്ച്വൽ ഫൈനൽ വ്യൂ എന്താണ്? നമ്മുടെ ആക്ച്വൽ ഫ്രണ്ട് വ്യൂവിൻ്റെയും ആക്ച്വൽ ടോപ്പ് വ്യൂവിൻ്റെയും എൻഡ് പോയിന്റ്സ് ദേ വിൽ ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ. ഒരു മാറ്റവും ഇല്ല കാര്യത്തിനകത്ത്. അത് നിങ്ങൾ തൊട്ട് മുമ്പത്തെ പടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ കാര്യം. Okay, in the previous question, if you look into the previous question, definitely that you will understand. Okay, അപ്പം ഇത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് കാണും എല്ലാവർക്കും. ഓക്കെ, ഇവിടെയും ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇവിടെയും there are facts that are missing. ആ രണ്ട് ഫാക്ട്സ് ആണ്. ഒന്ന് ആൽഫയും ബീറ്റയും. എന്താണ് ഈ ആൽഫയും ബീറ്റയും? See, alpha and beta are the inclination that is visible to us. നമ്മൾ പറഞ്ഞു we are drawing something that is visible in front of our eyes, right? നമുക്ക് കാണാൻ പറ്റുന്നതാണ് വരയ്ക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലൈനിനെ തീറ്റയും ഫൈയും ഇൻക്ലൈൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ കാണുന്ന എത്രയായിട്ടായിരിക്കും? അത് ആൽഫയും ബീറ്റയും ആയിട്ടായിരിക്കും. അപ്പറന്റ് ആംഗിൾസ് ആയിരിക്കും അത്. ഓക്കെ, അപ്പറന്റ് ആംഗിൾസ് ആയിട്ടായിരിക്കും അത് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്ന പ്ലെയിനിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. സോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഓർക്കും. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, റൈറ്റ്? സെയിം ആംഗിൾ ആയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കണേ? ഈ പറഞ്ഞ എ ഡാഷ് ബി ഡാഷിലേക്ക് തന്നെ വരണ്ടേ? അതല്ലല്ലോ. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന ആംഗിളിന് വ്യത്യാസമുണ്ട്. ആക്ച്വൽ ആംഗിൾ തീറ്റയും ഫൈയും ആണ്. ആക്ച്വലി അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയും ഫൈയും ആണ്. പക്ഷേ നമ്മുടെ ഗ്രാഫിക്സ് ഈസ് സംതിങ് ബേസ്ഡ് അപ്പോൺ ദി ഒബ്സർവർ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളത് കാണുന്നത് ആൽഫയും ബീറ്റയും ആയിട്ടാണ്. അതുകൊണ്ട് ദേ ആർ കോൾഡ് ആസ് ദി അപ്പറന്റ് ആംഗിൾസ്, റൈറ്റ്? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും അപ്പറന്റ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മളത് കാണുന്നത് അപ്പറന്റ് ആംഗിൾസിലായിരിക്കും, ആൽഫയും ബീറ്റയും. സോ ആൽഫ ബീറ്റ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ഫ്രണ്ട് വ്യൂ ഓർ ആംഗിൾ മെയ്ഡ് ബൈ ദി ടോപ്പ് വ്യൂ എന്ന് പറയാറുണ്ട്. അതൊക്കെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, റൈറ്റ്? സോ ആൽഫയുടെയും ബീറ്റയുടെയും കാര്യം പറഞ്ഞു. ഇനി ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കണം. സം ഓഫ് യു മൈറ്റ് ഹാവ് എ കൺഫ്യൂഷൻ റൈറ്റ് നൗ. ആ കൺഫ്യൂഷൻ ഇതാണ്: എന്തുകൊണ്ടാണ് നമ്മൾ why we have limited it up to this line and why we have limited it up to this line? എന്തുകൊണ്ടാണ് ബി ഇവിടെ നിൽക്കുന്നത്? എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? അവിടെയാണ് നമുക്ക് we have to learn the concept of locus. അതൊരിടത്തും നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, പക്ഷേ we have to learn the concept of locus. എന്താണ് ലോക്കസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ലോക്കസ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിവിടെ ലൈൻ നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ലൈനാണ്, റൈറ്റ്? സോ ഇപ്പോൾ ഈ ലൈൻ എന്താണ്? ദിസ് ഇസ് പാരലൽ ടു എച്ച് പി ആൻഡ് വി പി, റൈറ്റ്? നൗ എന്ത് ചെയ്യുന്നു? ഞാനിതിപ്പം എച്ച് പിക്ക് ഇൻക്ലൈൻ ചെയ്യിച്ചു, വി പിക്ക് പാരലാണ്, റൈറ്റ്? അപ്പോൾ എൻ്റെ എൻഡ് പോയിന്റ് നിൽക്കുന്നത് ഇവിടെയാണ്, റൈറ്റ്? എൻ്റെ എൻഡ് പോയിന്റ് ഇതാണ് ബി എന്ന് പറയുന്ന എൻഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ സോൾവ് ചെയ്തിരിക്കുന്ന ഈ മെത്തേഡിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വാട്ട് എക്സാക്ട്ലി വി ആർ ഡൂയിങ് ഹിയർ? നമ്മൾ ലൈൻ റൊട്ടേഷനാണ് ചെയ്യുന്നത്. വി ഹാവ് ഡൺ ദി ലൈൻ റൊട്ടേഷൻ ഹിയർ. അതാണ് നമ്മളിപ്പം വിഷ്വലി പ്രിസൈസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ ലൈൻ ആദ്യം പാരലായിട്ട് വെച്ചു. ആദ്യം എന്ത് ചെയ്ത് ഞാൻ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു, ലൈക്ക് ദിസ്. ഇത് ഇവിടെ നിന്നാണ് എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു, അല്ലേ? ഇനി അടുത്ത കൊടുക്കേണ്ടത് എന്താണ്? വി പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റ് ഓറിയന്റേഷൻ. നമ്മളുടെ ഈ പടം പോലെ ഇരിക്കും, റൈറ്റ്? അല്ലെങ്കിൽ ആദ്യം വി പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു, പിന്നെ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു. എന്താണെങ്കിലും കുഴപ്പമില്ല, ഐദർ ഓഫ് ദീസ് ടു. So right now we have a line inclined to both HP and VP, right? ഇനി നോക്കുക, you just focus on the end B. B യെ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തു. ബി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് ഇവിടെയാണ്, റൈറ്റ്? ദിസ് ഈസ് ദ ലൊക്കേഷൻ. Now keep or consider my right hand as a plane that touches the point B. ബി എന്ന് പറയുന്ന പോയിന്റിനെ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പെന്നിനെ ഒരു ലൈൻ ആക്കി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എച്ച് പിക്ക് ഒരു ഇൻക്ലിനേഷൻ കൊടുത്ത് കീപ്പ് ചെയ്യുക. And keep your palm touching the end point B, right? ഇനി നിങ്ങൾ നോക്കി, if you rotate this particular line without changing the orientation with respect to HP, അതായത് എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ മാറാതെ നിങ്ങൾ ഈ ലൈനിനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ പ്ലെയിനെ തന്നെ കിടന്ന് കറങ്ങും മിസ്സാണ്, ഉണ്ടോ? ശരിയല്ലേ? ഈ പ്ലെയിനിൻ്റെ ടച്ചിങ് പോകത്തില്ല. ഇനി നിങ്ങൾക്ക് അതും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം.
സി നിങ്ങൾക്ക് റൂഫ് ഉണ്ട്, നിങ്ങളുടെ റൂമിൻ്റെ റൂഫ് ഉണ്ടല്ലേ, നിങ്ങൾ ഒരു വലിയ നീളമുള്ള ഒരു സ്റ്റിക്ക് എടുക്കുക. യു ജസ്റ്റ് ക്യാരി എ സ്റ്റിക്ക്, എ ലെങ്ത് സ്റ്റിക്ക്. ഓക്കെ, യു കീപ് യുവർ സ്റ്റിക്ക് ഇൻ യുവർ ഹാൻഡ് ആൻഡ് യു എക്സ്റ്റെൻഡ് ഇറ്റ് ആൻഡ് ടച്ച് ദി stick and make the stick one another stick to touch the roof. അപ്പോൾ സ്റ്റിക്കിൻ്റെ ഒരു എൻഡ് എന്ത് ചെയ്യുക, നിങ്ങളെ റൂഫ് മുട്ടിക്കുക. ഇങ്ങനെ നിങ്ങൾ കൈ എക്സ്റ്റെൻഡ് ചെയ്ത് മുട്ടിക്കുകയല്ലേ, അതുപോലെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ലൈൻ കീപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടോപ്പ് പിന്നെ നിങ്ങളുടെ റൂഫെ ടച്ച് ചെയ്ത് നിർത്തുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിത്തൗട്ട് ചേഞ്ചിങ് ദി ഓറിയൻറ്റേഷൻ ഓഫ് യുവർ ഹാൻഡ് യു ജസ്റ്റ് റൊട്ടേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് റൂഫ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ടച്ച് ചെയ്ത് നിങ്ങളൊരു പർട്ടിക്കുലർ ലൈൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, റൈറ്റ്? അത് ഒരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, തീറ്റ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ കിടന്ന് 360 ഡിഗ്രി കറങ്ങിയാൽ, ഇഫ് യു റൊട്ടേറ്റ് കീപ്പിംഗ് ദിസ് പോയിന്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദിസ് ആംഗിൾ തീറ്റ, വാട്ട് വിൽ ഹാപ്പൻ? It is going to trace something like this, ഒരു പാത്ത്, കോണിക്കൽ പോലത്തെ ഒരു പാത്ത് ഇങ്ങനെ ട്രേസ് ചെയ്ത്. പക്ഷേ അതിൻ്റെ എൻഡ് പോയിന്റ് ബി വിൽ നെവർ ചേഞ്ച് ഫ്രം ദിസ് പ്ലെയിൻ, ആൻഡ് ദിസ് പ്ലെയിൻ ഈസ് കോൾഡ് ദി ലോക്കസ് പ്ലെയിൻ. ഓക്കെ, സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ലോക്കസ്. അപ്പം ബി ഓൾറെഡി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി B1 ഡാഷോ B2 ഡാഷോ B3 ഡാഷോ യു ടേക്ക് എനി ഓറിയന്റേഷൻ ഓർ എനി ഇൻക്ലിനേഷൻ, ഇറ്റ് വിൽ നെവർ ഫ്ലിപ്പ് എപ്പാർട്ട് ഓർ ഗോ എപ്പാർട്ട് ഫ്രം ദ പ്ലെയിൻ. ഇറ്റ് വിൽ നെവർ, ആ പ്ലെയിനിൽ തന്നെ എപ്പോഴും കാണും, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ദ സെയിം കോൺസെപ്റ്റ് യു ഡു ഇൻ ദ ഓപ്പോസിറ്റ് വേ. യു ടേക്ക് എ സ്റ്റിക്ക്, okay, hold it in your hand and you touch the ground plane, your ground, you touch it, right? Without changing this orientation you take a rotation. What will happen? It is going to trace the path like this, right? At every point of time, irrespective of the inclination, this end point will be on the HP, like ground il undav. ഇതാണ് കൺസെപ്റ്റ് ഓഫ് ലോക്കസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പം ആ ലോക്കസ് എന്ന് പറയുന്നതിൽ നിന്ന് മാറുന്നില്ല ബി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കിടക്കുന്ന ഈ ബിയെ എക്സാക്ട്ലി ടു ദിസ് പോയിന്റ് റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എക്സാക്ട്ലി അവിടെ വരെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുകയാണ്. സോ വി വിൽ സ്റ്റാർട്ട് അഗെയിൻ. അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടുണ്ട്. അതെന്താണ്? കൺസെപ്റ്റ് ഓഫ് ലോക്കസ്. ലോക്കസുകൾ നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്തില്ല. We have to mark locus. So how can we mark locus? The answer is very simple. Immediately after getting a point A or B, you can draw a horizontal line over there and that indicates the locus. നിങ്ങൾക്ക് എയോ ബിയോ എ ഡാഷോ ബി ഡാഷോ കിട്ടിക്കഴിഞ്ഞാൽ, അല്ല B1 ഡാഷോ എന്തെങ്കിലും പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു ഫ്രം ദ ക്വസ്റ്റ്യൻ, there you can draw a horizontal line which represents the locus. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറച്ചുകൂടെ ഒന്ന് we will start from the beginning, right? We have obtained the point A and A dash, right? So നിങ്ങൾ നോക്കി, ഇവിടെ രണ്ട് ലൈൻ വരച്ചു. ഈ ലൈനാണ്, this is called as the locus of A. ഈ ലൈനാണ് locus of A dash, right? അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് B dash എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, B എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, കണ്ടോ? ഇമ്മീഡിയറ്റ്ലി അവിടെ ലൈൻ വന്ന് കണ്ടോ? ആ ലൈൻ എന്താണ്? that indicates the locus of B dash and locus of B, right? That means നമ്മൾ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതുമെല്ലാം കീപ്പിംഗ് ദിസ് as a reference. എവിടം മുതൽ എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, from where to where we have to rotate. All these rotations or extension are purely based upon the term locus. അപ്പോൾ നിങ്ങൾ ലോക്കസിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. എന്ത് ചെയ്യുക, ഒരു പോയിന്റ് കിട്ടിയാൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആ ലൈനാണ് നിങ്ങളുടെ ലോക്കസ്. ഒരു പ്ലെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനാണത്, 2 ഡയമെൻഷനിൽ. ഓക്കെ, 3 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു പ്ലെയിനിനെ 2 ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് ലൈനായിട്ട് വരും. ആ ലൈനാണ് ഈ പറയുന്ന ലോക്കസ് ഓഫ് എ ഡാഷ്, ലോക്കസ് ഓഫ് എ, ലോക്കസ് ഓഫ് ബി. എന്തിനാണ് ലോക്കസ് ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമുണ്ട്. ലുക്ക് ഹിയർ, റൈറ്റ് നൗ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ
from the locus of B, I am extending up to the locus of A dash, then I rotated up to the locus of B dash. See, you got the apparent line in the front view. Similarly, you practice it for the front view. What is that? Top view. From the locus of B dash, you extended up to the locus of A and you rotated up to the locus of B, then you put the point B1. That is as simple as that. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തത് പ്യുവർലി നമ്മുടെ ലൈൻ പിക്കും ബി പിക്കും വെച്ച് റൊട്ടേറ്റ് ചെയ്ത കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ലൈൻ റൊട്ടേഷൻ എങ്ങനെയാണ്, ഇവിടുത്തെ ഓരോ ലൈനിൻ്റെ മീനിങ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. I know that there are people who still find it difficult to follow the rotations, etc. Still, I have an answer for that. Don't worry, we can again simplify this. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോ പ്രോബ്ലം, പക്ഷേ യു ഷുഡ് ഹാവ് ദ ആറ്റിറ്റ്യൂഡ് ടു ഫോളോ ദി പ്രൊസീജിയർ. നമുക്കൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആ പ്രൊസീജിയർ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഇതൊന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്താണ്, നോ ഇഷ്യൂ, ജസ്റ്റ് ഫോളോ ദി പ്രൊസീജിയർ, വി ക്യാൻ ഫൈൻഡ് ദി സൊല്യൂഷൻ. റൈറ്റ്. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ ഡാഷും എയുമാണ് റൊട്ടേറ്റ് ചെയ്തത്. സോ ഐ എം പ്ലാനിങ് ടു ഗീവ് അനദർ class on the same concept of line rotation, where I will not talk anything about the picturization part. Actually, 3-dimensionally ഇത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇവിടെ അത് സംഭവിക്കുന്നു ഇതൊന്നും ഞാൻ പറയുന്നില്ല. In the next part, I will focus only on the procedure. There I will not talk anything about the 3-dimensional aspect, just the procedure. So if you can follow that procedure, if you can follow that step-by-step method, definitely all of you can solve any question from lines. അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. So wait for the next class, attend that class. Even if you find it difficult to visualize things, we can solve it. I will make it more and more simplified. Okay, so see you in the next class. There we will discuss in detail about the procedure that we have to follow. So bye.